സാധാരണയുള്ള ആൾക്കാർക്കും ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ സ്പോർട്സ് ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും. വെള്ളത്തിലാണ് ഹൈഡ്രോപോണിക് ആണ്. വെള്ളം ഒരു 4-5 ദിവസം കൂടുന്നുണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേ? വേറെ ഒന്നും മണ്ണൊന്നും വേണ്ട. അങ്ങനെ വരച്ചൊന്നും നമ്മളിത് ചെയ്യാറില്ല. എങ്ങനെയാണ് തടിയിരിക്കുന്നത്? ഇതിൽ വരയ്ക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ മാഡം? ഇതിലൊക്കെ ഒത്തിരി കളികൾ നടക്കുന്നുണ്ട്. നമുക്കത് ഈ ഷോപ്പിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് ഷീജ. ബേസിക്കലി ഞാനൊരു അഡ്വക്കേറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പാഷൻ പോലെ ചെറിയൊരു സംരംഭം നമ്മൾ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഇൻഡക്കോർ ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്നാണ്. ഇത് വന്നിട്ട് ആലപ്പുഴ ജില്ലയിൽ കായംകുളം സ്ഥലത്ത് കായംകുളം റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഴക്ക് വശത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഈ ഷോപ്പ്? ഇത് ഏകദേശം ഇപ്പോൾ 3ാമത്തെ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പോട്ട്സിൽ തന്നെ നമുക്ക് സെറാമിക് പോട്ട്സുകളുണ്ട്, മെലാമിൻ പോട്ട്സുകളുണ്ട്, പ്ലാസ്റ്റിക് പോട്ടുകളുണ്ട്, ഗ്ലാസ് പോട്ടുകളുണ്ട്, വുഡൻ, അതായത് ഒട്ടുമിക്ക ഐറ്റംസ്, അതായത് ഡെക്കറേഷൻസിനുള്ള ഒട്ടുമിക്ക ഐറ്റംസിലുള്ള പോട്ട്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ പ്ലാന്റ്സുകൾ തന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് അവിടെ പിന്നെ ഹൗസ് വാമിങ്ങിനാണെങ്കിലും ഓഫീസുകൾക്കാണെങ്കിലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ കൊടുക്കാറുണ്ട്. എങ്ങനെയാണോ കസ്റ്റമേഴ്സിന് ആവശ്യമെന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ റെന്റ് കൊടുക്കാറുണ്ടല്ലേ? റെന്റലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഓഫീസുകൾക്കും കഫേകൾക്കും അതുപോലെ തന്നെ ബാങ്കുകൾക്ക് അങ്ങനെയുള്ള അതായത് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് പുതിയ പ്ലാന്റ്സ് വെച്ച് കൊടുത്ത് അങ്ങനെ അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമ്മൾ അവരുടെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷോപ്പിൽ ഞങ്ങൾ വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇവിടുന്ന് പ്ലാന്റ്സും പോട്ട്സും ഒക്കെ വാങ്ങാൻ സാധിക്കും. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലകളിലാണ് ഇവിടുന്ന് പ്ലാന്റ്സും പോട്ട്സും ഒക്കെ വിൽക്കുന്നത്. ശരിയല്ലേ മാം? തീർച്ചയായിട്ടും നമ്മൾ വലിയ വിലകൾ മേടിക്കുന്നില്ലല്ലോ. സാധാരണ ഉള്ള ആൾക്കാർക്കും ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പോട്ട്സ് ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും നമ്മൾ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരുടെ കുറച്ച് കളക്ഷനും നമുക്കൊന്ന് കണ്ടാലോ, എല്ലാം കളക്ഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് പോയാലോ? തീർച്ചയായിട്ടും. സെക്ഷനിൽ ഏതൊക്കെ പോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്? ഈ സെക്ഷനിൽ ഫുള്ളായിട്ട് നമ്മൾ സെറാമിക് പോട്ടുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു 50 രൂപ മുതലുള്ള പോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. 50 രൂപ മുതൽ പോട്ടുകൾ അവൈലബിൾ ആണ്. ഓക്കെ, 50 രൂപ മുതൽ എത്ര രൂപ വരെയുള്ള പോട്ടുകൾ ഉണ്ടാവും? ഏകദേശം ഒരു 6000 മുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. കാരണം പ്രീമിയം കളക്ഷൻസ് തന്നെ മറ്റുള്ളിടത്ത് പോയി ഒരു 10,000 കിട്ടുന്ന ഒരു റേഞ്ചിലുള്ളതാണ് നമ്മൾ ഇവിടെ ഒരു 6,000 ആ ഒരു റേഞ്ചിൽ കൊടുക്കുന്നത്. അതിലും താഴെയായിരിക്കും നമ്മൾ, അത് MRP ആണ് പറയുന്നത്, അതിലും താഴെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ഇവിടെ എല്ലാവർക്കും അതൊരു
കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, കാരണം പൈസ ഉള്ളവർക്ക് മാത്രമല്ല, പൈസ ഇല്ലാത്തവർക്കും പ്രീമിയം കളക്ഷൻസ് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൈസിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മളിപ്പോൾ വീഡിയോയിൽ കുറച്ച് വെറൈറ്റീസ് കാണിക്കുമല്ലോ, കാണിക്കുമ്പോഴേക്കും എന്തായാലും ഇവിടുത്തെ കളക്ഷൻ കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുമ്പോഴേക്കും അവർ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക്. അപ്പോൾ ഡെലിവറി ഉണ്ടോ ഇവിടെ? ഉണ്ട്. പോട്ട്സുകളുടെ ഒക്കെ ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത്യാവശ്യം കൊറിയറും ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം നമ്മൾ കൊറിയറും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പറയാലോ, തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കാം. ചെറിയ ഐറ്റംസ് എല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കാൻ ചെയ്യാം. ഓക്കെ. പിന്നെ ഈ നേരിട്ട് വരാൻ പറ്റാത്ത ആളാണെങ്കിൽ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഈ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുന്ന ഇതുണ്ടോ വെറൈറ്റീസ്? അയച്ചു കൊടുക്കാറുണ്ട്. ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം വെറൈറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടതിന് ശേഷം ഇവിടുന്ന് ഫോട്ടോസ് അയച്ചു തരും. ആ ഫോട്ടോസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ അത് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൂടാതെ ശരിക്കും പറയാൻ നിങ്ങൾ നേരിട്ട് വരണം, വന്ന് കണ്ട് അല്ലേ ഇത്രയും വെറൈറ്റീസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കുറച്ച് വെറൈറ്റീസ് നോക്കാം. സെറാമിക്കിലെ കുറച്ച് വെറൈറ്റീസ് നോക്കാം. നോക്കിയാലോ, നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് മുതൽ തുടങ്ങാം. 50 രൂപ മുതലാണ് ഇവിടെ സെറാമിക് പോട്ടിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എത്ര ഈ പോട്ടിന്റെ വില? 50 രൂപ. ഇതോ? ഇതും 50 രൂപ. ഓക്കെ. ഇനി കുറച്ച് വെറൈറ്റി നമുക്ക് നോക്കിയാലോ? ഇത് എന്നിട്ട് നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 100 രൂപയ്ക്ക്. ഓക്കെ. ഇതതുപോലെ 180 രൂപയ്ക്ക്. 180. ഇത് എത്ര പ്രൈസ് വരുന്നത്? 140 രൂപ. ഓക്കെ. ഇതിനൊക്കെ നല്ല ഡിമാൻഡുള്ള പോട്ടുകളാണ്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നീട് എന്നിട്ട് 200 രൂപയുടെ ഒരു പോട്ടിന് ഭംഗിയുണ്ടോ? ഇതാ പറഞ്ഞത് ഇവിടെ നേരിട്ട് വരണമെന്ന് അല്ലേ. നേരിട്ട് വന്നു കഴിഞ്ഞാലാണ് ശരിക്കും കൺഫ്യൂഷൻ ആവുന്നത്. ഇത് 160. ഇത് ബേസ് പ്ലേറ്റും കൂടെ അല്ലേ, ആ ഒരു മോഡല്? ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ പോട്ട്. 180 രൂപ. ഇത് സെറാമിക് പോട്ടാണ്. ഇതിപ്പം പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 200 സംതിങ് വില വരുന്നുണ്ട്. ഇതിന്റെ പല കളറും ഉണ്ടല്ലേ? ഇതിന്റെ പല കളേഴ്സും ഉണ്ട്. യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പല കളേഴ്സും ഉണ്ട്. ഇത് സെറാമിക് പോട്ടാണ്. ഇതിന് ഗോൾഡൻ ലൈൻ വരുന്നുണ്ട് അല്ലേ, ആ ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട് അല്ലേ ആ ഒരു പോട്ടിന്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് അതിൻ്റെതായ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിനകത്തിൽ വരും. നമ്മളുടെ നാട്ടിലുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്ര ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഇല്ല. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയത് കാരണമാണ് ഇത്രയും ഫിനിഷിങ്ങും കാര്യങ്ങളും വരുന്നത്. പിന്നെ ആ ഒരു കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നമുക്ക് ആ ഒരു ക്വാളിറ്റി. ഓക്കെ. ഈ പോട്ടിന്റെ സൈസ് എത്രയാണ് വരുന്നത്? ഇത് ഒരു 4 ഇഞ്ച് പോട്ട് അല്ലേ. ഇതും സെറാമിക്കാണ്. സെറാമിക്കാണ് അത്യാവശ്യം അല്ലേ. ഇത് നമ്മുടെ ഇവിടുത്തെയാണോ അതോ ഇമ്പോർട്ട് ഇമ്പോർട്ടഡ്? ഇവിടെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണല്ലേ. ഓക്കെ. പിന്നെ ഇവിടുത്തെ കളക്ഷൻ ഉണ്ടോ അതോ ഫുൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണോ? ഫുള്ള് അത് ഒരു 90% നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നത് തന്നെയാണ് അല്ലേ. അതാണ് ആ ഒരു വെറൈറ്റി വരുന്നത്. ഓക്കെ. കണ്ടില്ലേ എൻ്റെ ഭംഗി കണ്ടില്ലേ? ഇതൊക്കെ ഒരു 350 റേഞ്ചിൽ വരുന്നതാണ്. ഇതിൽ തന്നെ ഒത്തിരി ഡിസൈൻ ഉണ്ടല്ലേ, പല ഡിസൈൻസ് ഉണ്ട് ഇതിൻ്റെ. ഏത് ഡിസൈൻ വേണമെങ്കിലും ഇവിടെ ഒന്ന് നോക്കി എടുത്താൽ മതി. ഇനി ഒരു വെറൈറ്റി പോട്ട് കാണിച്ചു തരാം. ഇതും പോട്ടാണല്ലേ? അതെ, ഇത് സിമെന്റ് പോട്ടാണ്. സിമെന്റ്. ഓക്കെ. സിമെന്റിൽ വരുന്നതാണ്. കണ്ടില്ലേ ഒരു ബോട്ടിലെ ഷേപ്പിൽ അല്ലേ? അതെ. എന്ത് ഭംഗിയാ നോക്കി. ഇതിനകത്തൊക്കെ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട്, അതായത് സക്കുലൻസ് ഒക്കെ വെക്കാൻ ഇത് നല്ലതാണ്, പറ്റിയ പോട്ടാണ്. ചെറിയ പ്ലാന്റുകളെല്ലാം വെക്കാൻ പറ്റും. ഓക്കെ. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഉണ്ടല്ലേ? നല്ല ഉണ്ട്. ഇത് അതിൽ തന്നെ അല്ലേ വേറൊരു ആ ഒരു ഷേപ്പ് അതുപോലെ വന്നിട്ട് അല്ലേ? ഇതിന് നമുക്ക് ഏതൊക്കെ ചെടികൾ വെക്കാം?
ഇതും അതുപോലെ ചെറിയ ചെറിയ കാക്ടസ് സക്കുലൻസ് ഒക്കെ വെക്കാൻ പറ്റുന്നത് പോട്ടാണ് അല്ലേ? അതെ. ഇതിൽ വേറെ കളർ വരുന്നുണ്ടോ? ഇല്ല, അത് വൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇത് വേറെ ഷേപ്പ് അല്ലേ? ഇതൊക്കെ എത്രയാണ് വരുന്നത്? 90 രൂപ. ചെറിയ ചെറിയ അല്ലേ? ചെറിയ പ്ലാന്റുകളൊക്കെ. ഓക്കെ. സ്ക്വയർ ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ഉണ്ട് അല്ലേ? ഇതൊക്കെ പല കളറിലാണ് ഇവിടെ, പല കളറിലും. ഇതിനൊക്കെ ഷേപ്പ് നോക്കി നമുക്ക് ഹാങ് ചെയ്തിടാം, ഹാങ് ചെയ്യാൻ പറ്റിയ. അതാണ് ഇത് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതെ. ഹോള് കൊടുത്തിട്ടുണ്ട് ഇതിൽ, ഹാങ് ചെയ്യാൻ പറ്റിയ പോട്ടുകളാണ്. എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇതിൽ തന്നെ അല്ലേ? അതെ. ഇനി സെറാമിക്കിന്റെ വലിയ പോട്ടുകൾ അല്ലേ? ഇത് സെറാമിക് അല്ലേ? അതെ, ഇതെല്ലാം സെറാമിക്കിന്റെ വലിയ പോട്ടുകൾ നോക്കിയേ. ഇതിനകത്ത് നമുക്ക് വലിയ പ്ലാന്റ്സുകൾ വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇതിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു. ഓക്കെ. നല്ല ഹൈറ്റ് ഉള്ള, അത്യാവശ്യം ഒരു 3 അടി ഹൈറ്റ് വരെയുള്ള നമുക്ക് പോട്ടുണ്ട്. ഓക്കെ. ഇത് 6 ഇഞ്ച് മുതലുള്ള പോട്ടുകളുണ്ട് നമുക്ക്. 6 ഇഞ്ച് മുതൽ 6 ഇഞ്ച് മുതലുള്ള പോട്ടുകളുണ്ട്. ഇതിന്റെ മണി പ്ലാന്റ് വെച്ചേക്കുന്നത്, മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതിനകത്തില്. നമ്മള് നോക്കൂ, ക്ലേ ബോൾ ഇട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ക്ലേ ബോളും വെള്ളം മാത്രം യൂസ് ചെയ്താണ് നമ്മളിത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഗ്രേ കളറുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക്. അതൊരു മാറ്റ് ഫിനിഷ് ആണല്ലേ ഇത്? അതെ, മാറ്റ് ഫിനിഷ് ആണ്. ഇത് വൈറ്റ്. അതിന്റെ തന്നെ ഡിഫറെന്റ് സൈസും ഉണ്ട് നമുക്ക്. ഓക്കേ. ഇത് കുറച്ച് സൈസ് കൂടിയതല്ലേ? അത് സൈസ് കൂടി. അടുത്ത സൈസ്, നെക്സ്റ്റ് സൈസ്. ഇത് വന്നിട്ട് ഓക്കേ. ഇത് സെറാമിക് പോട്ട് തന്നെയാണ്. ഓക്കേ. ഇത് വേറൊരു മോഡൽ. നമുക്ക് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പ്ലാന്റ് എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാ നോക്കി അല്ലേ? നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റിയ അല്ലേ? ഇത് വന്നിട്ട് സിമെന്റ് പോട്ടാണ്. ഇത് സിമെന്റിലെ പോട്ട്. ഓക്കേ. പിന്നെ സെന്റർ സ്റ്റോണ്, ഒരു ഇതൊക്കെ സെറാമിക് പോട്ടുകളാണ്. ഇത് ബ്രീത്തിങ് പോട്ടെന്ന് പറയും ഇതിന്. അതായത് ഇത് എയറേറ്റഡ് ആണ്. ഇതില് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ പുറത്ത് ഊതി കൊടുത്താൽ അകത്ത് വെള്ളം ബബിൾസ് വരും. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. എയറേറ്റഡാ ബ്രീത്തിങ് പോട്ട്. അത് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ തന്നെ നമുക്കത്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്? അതെ, ചൈന ഇമ്പോർട്ടഡ്. ജസ്റ്റ് ഒന്ന് അതായത് പ്ലാന്റിന് കൂടുതൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. കാരണം വെളിയിൽ നിന്നുള്ള എയർ കിട്ടും. നമ്മുടെ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അതേ ഒരു മെക്കാനിസം അല്ലേ? മെക്കാനിസം തന്നെ. ഇത് സെറാമിക് പോട്ടാണ്, കുറച്ച് വൈഡ് ആയിട്ടുള്ള പോട്ടാണ്. ഇതിനകത്ത് നമുക്ക് സക്കുലൻസ്, കാക്ടസ് അങ്ങനെയുള്ള പ്ലാന്റ് ചെയ്യാൻ വെക്കാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ പോട്ടുകളൊക്കെ ഇതൊക്കെ 150 റേഞ്ചിലുള്ള 150 രൂപ. 200. ഇതിൻ്റെ തന്നെ ചെറുതുണ്ട് 150. ഓക്കെ. ഇതൊക്കെ ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ പോട്ടുകൾ അല്ലേ? ഇത് സെറാമിക്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതിൻ്റെ 3 കളക്ഷൻസ് നമുക്ക്. ഇതൊരു ഗോൾഡൻ കളറിലുള്ളതാണ്. ഇത് വന്നിട്ട് ഒരു കോപ്പർ ഫിനിഷ് ഉള്ളതാണ്. അങ്ങനെ ഒരു 3 ഡിസൈൻസിലുള്ളതുണ്ട്. ഫ്ലവർ വേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സെറാമിക് പോട്ടാണിത്. ഇത് കണ്ടില്ലേ? ഇതിന് തന്നെ പല കളറുണ്ട് അല്ലേ മേഡം? പല കളറുണ്ട്. ഇതേ ഓരോന്നിൻ്റെ ഭംഗിയുണ്ടോ? ഇതൊരു മോഡല്. അടുത്ത 3 കളറിലല്ലേ? 3 കളറിലേ. ഇത് 3 കളറിലെ ഈ പോട്ട് വരുന്നത്. നല്ല ഡിമാൻഡുള്ള, ഇവിടെ ഒത്തിരി ആവശ്യക്കാരുള്ള മോഡലാണിത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട്. എല്ലാം പറയാന്ന് കഴിഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് കളക്ഷൻ ഉണ്ട് ഇവിടെ. വേണം അത്രയ്ക്ക് കളക്ഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഹാങ്ങിങ് പോട്ടാണ്.
സെറാമിക്കിൻ്റെ ഹാങ്ങിങ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ എഗ് പോട്ട് പോലെ തന്നെ വേറെ നമുക്ക് സെറാമിക്കിൻ്റെ അവിടെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. വേണമെങ്കിൽ ഇത് സെറാമിക്കിൻ്റെ വേറൊരു മോഡലാണ്. ഇതിൻ്റെ ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി. ഇത് സെറാമിക്കിൻ്റെ ഫ്ലവർ വേസ് ആണ്. ഫ്ലവർ വേസ്. ഓക്കെ. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡലല്ലേ? അതെ അതെ. ഇതിനകത്ത് നമ്മൾ എന്ത് ഭംഗിയല്ലേ. ഫ്ലവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. ധൈര്യമായിട്ട് ആർക്ക് വേണം ഗിഫ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. വേറെ ഒരു മോഡൽ ഫ്ലവേഴ്സ്. ഓക്കെ. എന്ത് ഭംഗിയല്ലേ. മേഡം ഈ ഫ്ലവർ ഇവിടെ സെയിലുണ്ടോ? ഉണ്ട് ഉണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് പോട്ടുകളുടെ ഒരു കളക്ഷൻസ് നോക്കാം. ഓക്കെ. ഇതും കൂടുതലായിട്ടും ഗിഫ്റ്റിനാണ് വാങ്ങുന്നത്. അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ടെറാറിയം സെറ്റ് ചെയ്യുന്നതിനും മറ്റും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. മേഡം ഗ്ലാസ് പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതലാണ്? ഏറ്റവും ചെറിയത് റേഞ്ച് ഒരു 100 രൂപ മുതലുള്ള 100 രൂപ മുതലുള്ള പോട്ടുകളുണ്ട്. ഓക്കെ. അതിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇത് വേറൊരു മോഡൽ. അതെന്ത് ഭംഗിയല്ലേ. ഇതൊക്കെ ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാം ഇമ്പോർട്ടൻറ്റ് പോട്ടുകളാണ്. ഇതൊരു ഗ്ലാസ് ഐറ്റമാണ്. ഇതിനകത്തിൽ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഗിഫ്റ്റായിട്ടാണ് കൂടുതലും പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു എന്തൊക്കെ വെറൈറ്റി അല്ലേ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഹാങ് ചെയ്തിടാനും പറ്റും. ഇതല്ലേ അതിന് ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഉണ്ട്. നമ്മുടെ ഇൻഡോക്കോറിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ്. ഇവിടെ നമ്മൾ സെറാമിക് പോട്ട്സുകൾ, ഒട്ടുമിക്ക സെറാമിക് പോട്ട്സുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പോട്ട്സുകൾ മാത്രമല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളും അവൈലബിൾ ആണ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ തന്നെ നല്ലൊരു കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ശരിക്കും ഒരു ഒറിജിനൽ പ്ലാന്റ് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫീൽ കിട്ടും തോന്നുള്ളൂ. അല്ലേ? തീർച്ചയായിട്ടും നല്ല ഉണ്ട്. അതെ അതെ. പെബിൾസ് അല്ലേ? ഇതിന്റെ സെയിലും ഉണ്ട് ഇവിടെ. ഓക്കെ. ഏതൊക്കെ ടൈപ്പാണ് ചെയ്യുന്നത് പെബിൾസിന്റെ? പോളിഷ്ഡും ഉണ്ട് അൺപോളിഷ്ഡും ഉണ്ട്. രണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പ്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലേ? ഉണ്ട്. ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. ഓക്കെ. ഇതിങ്ങനെ പാക്കറ്റിലായിട്ടാണോ അതോ? പാക്കറ്റ് നമ്മൾ അത് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ പാക്കറ്റാക്കി കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ പെബിൾസ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. എല്ലാം പെബിൾസിൻ്റെ നല്ലൊരു കളക്ഷൻ അതിൻ്റെ മാത്രമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷോപ്പിൻ്റെ കാര്യങ്ങളല്ലേ, ഈ ഔട്ട്ലെറ്റിൻ്റെ കാര്യങ്ങൾ. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വുഡൻ പോട്ട്സിൻ്റെ കളക്ഷനാണ്. വുഡൻ പോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പ്രത്യേകത? ഏത് വുഡിലാണ് ഇതൊക്കെ ചെയ്തത്? കൂടുതലും നമ്മൾ
തേക്കോട്ടിലാണ് ചെയ്യുന്നത്. തേക്കോട്ടിൽ. അതെ. ഓക്കെ. പിന്നെ ആവശ്യക്കാർക്ക് വേറെ ഏതെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാം. എന്തുകൊണ്ടാണ് തേക്കോട്ടിൽ കൂടുതൽ ചെയ്യാൻ കാരണം? അതാകുമ്പം ഒരു പ്രീമിയം ലുക്കും വരും. കാരണം എന്താ പറയുന്നത്, അത് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും വുഡന്റെ ഐറ്റംസ് കാണും. പക്ഷെ തേക്കോട്ടിനകത്തിലുള്ളത് അധികം ആരും ചെയ്യാറില്ല. അതിന്റെ കോസ്റ്റ് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വില കുറച്ച് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആവശ്യക്കാരും നല്ല രീതിയിലുണ്ട്. വലിയ കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. അതെ, ഉണ്ട്. ചെറുത് മുതലുള്ള വലിയ. ഈ വുഡൻ പോട്ട്സിന് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര പറയാൻ പറ്റും? വുഡൻ നമ്മളൊരു 650 രൂപ മുതലുള്ള. 650 രൂപ മുതൽ. കൂടുതലായിട്ടും ഈ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്യുന്നില്ലേ, അവരാണ് മാഡത്തിന്റെ ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. കാരണം അത്രയ്ക്കും കളക്ഷൻ ഉണ്ട് വുഡന്റെ. അതും തേക്ക് വുഡില്ല, പ്രീമിയം ക്വാളിറ്റി ആഗ്രഹിക്കുന്ന വുഡൻ പോട്ട്സ് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. അത്രയ്ക്കും കളക്ഷൻ ഉണ്ട്. ഞങ്ങൾ കുറച്ച് വെറൈറ്റികൾ മാത്രം ഒന്ന് കാണിച്ചു തരാം. മേഡം കുറച്ചൊന്ന് കാണിച്ചു തരാം നമുക്ക്. വുഡന്റെ ഒരു പോട്ടാണ് നമ്മുടെ. കണ്ടില്ലേ, സ്റ്റാൻഡ് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. ഇത് വലിയ പോട്ട്. അതിന്റെ കുറച്ച് വലിയ പോട്ട്, വലിയ സൈസാണ്. നമുക്ക് അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെ നമുക്ക് ഇതിനകത്തിലേക്ക് ഇറക്കി വെക്കാൻ പറ്റും. നല്ലൊരു പ്ലാന്റ് പ്ലാസ്റ്റിക് പോട്ട് ഇതിനകത്തേക്ക് വന്നപ്പോഴേക്കും പ്രീമിയം ലുക്കിലേക്ക് മാറി അല്ലേ? മാറും. അതുപോലെ തന്നെ ലൈവ് പ്ലാന്റ് നമുക്ക് ഇതിനകത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ തേക്കിന്റെ ടെക്സ്ചർ ഉണ്ട് അല്ലേ മാഡം? ആ ടെക്സ്ചർ ആണ് ഇതിന് പ്രീമിയം ലുക്ക് കൊടുക്കുന്നത്. നമ്മള് മാറ്റ് ഫിനിഷ് ആണ് ചെയ്യാൻ. നമ്മൾ പോളിഷ് ചെയ്ത് നമ്മൾ കളർ അടിച്ച് അങ്ങനെ വരച്ചൊന്നും നമ്മൾ ഇത് ചെയ്യാറില്ല. എങ്ങനെയാണ് തടിയിരിക്കുന്നത് അതേ ഒരു ഇതില് നമുക്ക് ഇതിൽ വരയ്ക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ മാഡം? ഇതിലൊക്കെ ഒത്തിരി കളികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതില് നിങ്ങൾ കാണാം ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ആ തടിയുള്ളത് അതേ രീതി തന്നെയാണ്. ഈ വുഡൻ ബോക്സുകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് മാറ്റ് ഫിനിഷാണ്. നമ്മൾ പോളിഷ് ഇതിലേക്ക് നമ്മൾ പോട്ട് ജസ്റ്റ് ഇറക്കി വെക്കും അല്ലേ? ജസ്റ്റ് പോട്ട് ഇറക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട് നമുക്ക്. വലിയ ഇതൊക്കെ ആകുമ്പോൾ ഒരു 10 ഇഞ്ച് പോട്ടുകളൊക്കെ നമുക്ക് ഇതിനകത്തിൽ സുഖമായിട്ടിരിക്കുക ഒരു പ്ലാന്റ്. അതിൻ്റെ നമുക്ക് ഒരു രീതിയിൽ നമുക്കത് ചെയ്ത് ഈ രീതിയിലാണ് സാധാരണ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ പോട്ടിൽ അത് കാണുമ്പോൾ തന്നെ അറിയില്ല, ജസ്റ്റ് ആ പോട്ടൊന്ന് ഇറക്കി വെച്ചാൽ മതി. അതിൽ വെക്കുമ്പോഴേക്കും ആ ഒരു പ്രീമിയം ലുക്കിലേക്ക് ഇതങ്ങ് മാറും. പിന്നെ വേണം ഒരു സംശയം എന്ന് പറഞ്ഞാലേ, ഈ സൈസ് ഒക്കെ ഉണ്ടല്ലോ, ആൾക്കാർ പറയുന്ന സൈസ് നമുക്ക് ചേർക്കാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോഴേക്കും അതിന്റെ അളവൊക്കെ നോക്കിയിട്ട് വിളിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സൈസിലേക്ക് പോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി തരും. നമുക്ക് കൊറിയർ സംവിധാനം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ കുറച്ച് കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ. ഇത് വാളിൽ വരുന്നല്ലേ, ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു. ഓക്കെ, ഫുൾ തടിയിൽ ചെയ്തതാണ്. അതെ അതെ അതെ. ഓക്കെ, ഇതാകുമ്പോൾ ലൈഫും നിൽക്കും അല്ലേ, ഒന്നും പേടിക്കാനില്ല. ഓക്കെ, ഇതിലിപ്പോ 3 പോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ലൈവ് പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പ്ലാസ്റ്റിക് ജസ്റ്റ് വെച്ചിട്ട് ഇത് കീ ഹോൾഡർ ആണ്. ഓക്കെ, കീ ഹോൾഡർ അത് നമ്മളോട് ചെയ്യുന്നുണ്ട്. അതുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് മൊബൈൽ വേണമെങ്കിലും മൊബൈലും വെക്കാം. ഒരു ജസ്റ്റ് ഒരു ചെറിയ പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് നമുക്ക് ബാത്റൂമിലേക്ക് വേണമെങ്കിൽ സെറ്റ് ആക്കാം അല്ലേ? കാരണം വെള്ളം വീഴാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, തടിയായതുകൊണ്ട്. പിന്നെ ഇത് ഹാങ്ങിങ്ങിന്റെ തന്നെ വേറെ കുറച്ച് ചെറിയ മോഡല്. അതിൽ 3 പോട്ട് വെക്കാൻ പറ്റിയ മോഡലാണ്. ഇത് വുഡന്റെ 6 പോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഇത് തേക്കുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും നമുക്കൊരു 6 പോട്ട് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ തന്നെ 3 എണ്ണം ഉള്ളതും നമുക്ക് അവൈലബിൾ ആണ്. 3 പോട്ടും അതിൽ വെച്ചിട്ടുണ്ടല്ലേ ഓൾറെഡി. അതെ, ഇതാണ് ഇതിന്റെ ഔട്ട്. ഇതിൽ ഒരു പോട്ടേ വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോ കണ്ട ഈ ഒരു മോഡലിലെ 3 പോട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് മതി അല്ലേ? ചെറിയൊരു സ്പേസിൽ നമുക്ക് കോർണറിലും എല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയൊരു സ്പേസിൽ 6 പോട്ട് വയ്ക്കാൻ പറ്റിയ വുഡിന്റെ സ്റ്റാൻഡാണിത്. ഇത് തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. മേഡം ഇതോ? ഇത് ഈ പീസ് ഇത് വന്നിട്ട് നമുക്ക് LED ലൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമാണ്. അതിനകത്തിൽ പോട്ടും വെക്കാൻ പറ്റും. 3 പോട്ട് വെച്ചിട്ട് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വാൾ ഹാങ്ങിങ്. ഇതിൽ നമുക്ക് എത്ര പോട്ട് വെക്കാൻ പറ്റും? ഇതിൽ നമ്മൾ ചെറിയ പോട്ടാണെങ്കിൽ
കൂടുതൽ നമുക്ക് ഒത്തിരി പോട്ട് വയ്ക്കാം ഓരോ അല്ലെങ്കിൽ ലൈനായിട്ട്. നമ്മളുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് 1 2 3 4 സ്റ്റാൻഡാ വരുന്നത് അല്ലേ? ഓക്കെ. ഒരു ലാഡർ ടൈപ്പ് മോഡലാണ്. ലാഡർ ടൈപ്പ് അല്ലേ? അതെ. ഇത് നമുക്ക് മടക്കി വേണമെങ്കിൽ മടക്കി വെക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ ഈ രീതിയിൽ നമുക്ക് മടക്കി വെക്കാൻ പറ്റും. ഓക്കെ. ഇത്ര സിമ്പിൾ ആയിട്ട് വെക്കാം. സിമ്പിളായിട്ട് നമ്മുടെ സ്പേസ് നമുക്ക് എവിടെയെങ്കിലും പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടും തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഇവിടെ പിന്നെ പ്ലാന്റ്സും വെച്ച് കൊടുക്കാം നമുക്ക്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ ആയിട്ട് വന്നാൽ മതിയല്ലേ? ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതും ഡിഫറെൻറ്റ് മോഡൽസുള്ള നമുക്ക് പ്ലാന്റ്സ് വെക്കാനുള്ള സ്റ്റാൻഡുകളാണ്. അപ്പം ഇത് ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് ഇത്. പിന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മൾ ഹോൾസെയിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. വുഡൻ്റെ ഐറ്റംസ് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇതെല്ലാം തേക്കുവുഡിൽ തന്നെ ചെയ്യുന്നത്. ഇത് കാപ്പിയുടെ വേരാണ്. ഇതും സെയിലിന് തന്നെ ഉള്ളതാണ്. ഇതിനകത്ത് നമുക്ക് പ്ലാന്റ്സ് ഹാങ് ചെയ്തിടാൻ പറ്റും. ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിനൊക്കെ ഒത്തിരി ആവശ്യക്കാരുണ്ടല്ലേ? ഇതൊന്നും അധികം നമുക്ക് കിട്ടാനില്ല ഈ സാധനമൊന്നും. എപ്പോഴും ഒന്നും കിട്ടില്ല. എപ്പോഴും അല്ല ഇത് ആർട്ടിഫിഷ്യൽ ആണ്. ഇതെല്ലാം ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വരുന്നത് ഇമ്പോർട്ടന്റ്. അതെ അതെ അതെ. സെറ്റ് വെച്ചിട്ടുള്ളതാണല്ലേ? ഇതാകുമ്പോഴേക്കും പേടിക്കണ്ട അല്ലേ? പേടിക്കണ്ട, ജസ്റ്റ് കൊണ്ട് വയ്ക്കുക, അവരുടെ ആഗ്രഹം നടക്കും അല്ലേ? കാണാനും ഒരു ഒറിജിനൽ ലുക്കിൽ വരും. എല്ലാം അല്ലേ? ഇതൊക്കെ ഒരു കറക്റ്റ് ഒറിജിനൽ പോലെയാ വരുന്നത്. അതിന്റെ വേര് വരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നാച്ചുറൽ ലുക്കുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്, കൊടുക്കാൻ പറ്റും. അതിന്റെ കുറെ ചെറിയാൻ പറ്റാത്ത രീതിയിലുള്ളതുണ്ട്. അത് ചെറുത് മുതൽ വലുത് വരെ ഇതൊക്കെ ഒരു 4 അടി 5 അടി ഹൈറ്റ് ഉള്ളത് വരെ ഉള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ വെറൈറ്റി ഓരോ പ്ലാന്റും ഒക്കെ വേറെ വേറെ വിലകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാഗ്രത, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കുക, അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക, നേരിട്ട് വരാൻ പറ്റുന്ന നേരിട്ട് വരിക. അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ കളക്ഷൻ. ഇത് കണ്ടില്ലേ? ഒറിജിനൽ പോലെ അല്ലേ? ആ ടെക്സ്ചർ ഒക്കെ അല്ലേ? ടെക്സ്ചർ ഒക്കെ വരുന്ന എല്ലാം ഒറിജിനൽ പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഒത്തിരി കളക്ഷൻ ഉണ്ടല്ലേ? വെള്ളം ഒഴിക്കാനൊന്നും മെയിൻ്റെനൻസും ഇല്ല, ഒന്നുമില്ല. എന്താ പറയുക, പച്ചപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കാം. വേറെ അല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ല അതിന്റെ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ്, ഇത് നമ്മുടെ ചാനലിൽ ഒത്തിരി എൻക്വയറി വരാറുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് എവിടെയെങ്കിലും കിട്ടുമെന്ന്. ഞാൻ പറയാൻ പോകുന്നത് ഇത് കണ്ടില്ലേ? മിനി വാട്ടർ ഫൗണ്ടൻ. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ മെസ്സേജ് അയക്കുന്ന കാര്യമാണ്. വിലക്കുറവിൽ മിനി വാട്ടർ ഫൗണ്ടൻ ചെയ്ത് കൊടുക്കുന്ന ടീമുകൾ അറിയാമോ, അല്ലെങ്കിൽ ഷോപ്പുകൾ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ ഫൗണ്ടൻ്റെ ഒക്കെ വില ചോദിക്കുമ്പോഴേക്കും അവരാകെ ഡൗൺ ആയി പോകാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഈ ഷോപ്പിൽ ഇവരിവിടെ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ചെറുത് 1850 രൂപ മുതൽ ഇതുപോലുള്ള ഫൗണ്ടൻസ്, വാട്ടർ ഫൗണ്ടൻസ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇത് ചെറുതിന്റെ വിലയാണ് പറയുന്നത്. എത്ര സൈസ് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഞാൻ ഒരു മോഡലുകൾ കാണിച്ചു തരാം. ഇതിപ്പോ ഇതിന്റെ ചെറിയ മോഡലിൽ വരുന്ന ഒരു ടൈപ്പാണ്. ഇനി ഇത് നോക്കിക്കേ, ഇതിൽ തന്നെ വരുന്ന അടുത്തൊരു മോഡലാണ്. ഇനി ഇതിന്റെ വലിയൊരു മോഡലും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വില മറക്കണ്ട, 1850 രൂപ മുതലാണ്. ഇതിന്റെ ഭംഗി നോക്കിക്കേ. ഇത് ബുദ്ധയുടെ വലിയ ഫൗണ്ടൻ. ഓക്കെ, ഇത് നമുക്കിവിടെ സെയിലുണ്ട്. ഓക്കെ, ഇവിടെ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ ഫൗണ്ടൻ ഇതാണോ? ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഇതാ. ഇതിലും വലുത് നമുക്ക് വരുന്നുണ്ട്. അതെ, വലുതും കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടില്ലേ ഭംഗിയുണ്ടല്ലേ? ഇത് വുഡന്റെ ചെറിയ പോട്ടുകൾ. ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ നമുക്ക് എത്ര അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി കാണാൻ പോകുന്നത് ഇവിടെയുള്ള ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ആണ്. കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഇൻഡോർ പ്ലാന്റ്സും
ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പോട്ട്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ പോട്ടിലേക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങേണ്ടി വരില്ല. കാരണം അത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ. നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഇവിടെ കളക്ഷനുള്ള കുറച്ച് വെറൈറ്റികൾ ഞാൻ പരിചയപ്പെടുത്തരാം. മാഡം ഇത് ഫിഡിൽ ഫിഗ് എന്ന് പറയുന്നത്. ഫിഡിൽ ഫിഗ്, ഓക്കെ. ഇത് വന്നിട്ട് ഇത് നമ്മളിപ്പം പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പോട്ടില്ലാതെ പ്ലാന്റ്സ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു ഏകദേശം 7 അടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് ചെറിയ പ്ലാന്റ്സ് മുതൽ വലിയ പ്ലാന്റ്സ് നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൈന ഡോള് അല്ലേ? ഇത് ഈ വലിയ പ്ലാന്റ് 7 അടി മുകളിലുള്ള പ്ലാന്റ്സ് നമ്മൾ ഇത് ഒരു 2500 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും വലിയ പ്ലാന്റ് പോലും അല്ലേ? വലിയ എമൗണ്ട് ആവുന്നില്ല. ചില ഒരു 300 രൂപ മുതലുള്ള പ്ലാന്റ്സ് ഉണ്ട് നമുക്കിവിടെ. ഏറ്റവും ചെറുതിന് ഒരു 150-200 ആ ഒരു രീതിയിൽ. 150. ഇപ്പൊ നമുക്ക് പക്ഷേ ആ പ്ലാന്റ്സ് അവൈലബിൾ അല്ല. ഇപ്പൊ വലിയ പ്ലാന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇത് ചൈന ഡോള്. ഇത് ചൈന ഡോള്. ഇതിന്റെയും ചെറുത് മുതൽ അതായത് ഒരു 350 രൂപ മുതലുള്ള ചൈന ഡോള് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഏത് വെറൈറ്റി ബാമ്പു ആണ്? ഇത് കെയിൻ ബാമ്പു. കെയിൻ ബാമ്പു, ഓക്കെ. ഇത് ഇൻഡോർ വെക്കാൻ നല്ലൊരു വെറൈറ്റി ആണ്. ഇത് അരേക്ക പാമ്പിന്റെ. ഓക്കെ. ഇത് വന്നിട്ട് ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറയും ഈ പ്ലാന്റ്. ഇതിന് ഒത്തിരി ആവശ്യക്കാരുണ്ട്. ഡ്രസീനിയ വർഗത്തിൽപ്പെട്ട ട്രാക്കു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയല്ലേ കാണാൻ? ഇൻഡോർ വെക്കാനും നല്ലതാണ്. ഇൻഡോർ ആണ്, ഔട്ട്ഡോറും വെക്കാം. ഇത് ഏകദേശം എത്ര ഹൈറ്റ് വരെ പോകുന്നത്? നല്ല ഹൈറ്റ് ആവുന്നതാണോ? ഇത് അത്യാവശ്യം നല്ല. ഇത് ഇപ്പോഴും തന്നെ ഒരു ഏകദേശം 5 അടിക്ക് മുകളിലെ ഹൈറ്റ് ഉള്ള ഉണ്ട്. നല്ല ഹൈറ്റ് വെക്കുന്നത്. ഇത് കുറെ വർഷങ്ങൾ പഴക്കമുള്ള പ്ലാന്റ്സ്. ഇതെല്ലാം ഇങ്ങനെ ആയി വരണുണ്ട്. അതെ. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും, അല്ലാതെ പ്ലാന്റ്സ് മാത്രമായിട്ട്. ഓക്കെ. ഇനി വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ സെയില് മാത്രമല്ല മാഡം, റെന്റും ഉണ്ടല്ലേ? റെന്റിലായിട്ട് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കാറുണ്ട്. നമ്മൾ ഷോപ്പുകൾക്ക് കൊടുക്കാറുണ്ട്, അതേപോലെ കോർപ്പറേറ്റ് ഓഫീസുകൾക്ക്, അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ റെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? വലിയ ബഡ്ജറ്റ് ആവുമോ? ഇല്ല. നമ്മളിപ്പം 10,000 രൂപയ്ക്കുള്ള പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇതിന് വരുന്നത് ഏകദേശം ഒരു 150 രൂപ. അതായത് ഒരു 15% മാത്രമാണ് നമ്മൾ അതിനകത്തുനിന്ന് റെന്റായിട്ട് വാങ്ങുന്നത്. ഇപ്പം എങ്ങനെയാണ് 100 രൂപയ്ക്കാണെങ്കിൽ 5. അപ്പോൾ ആ ഒരു 1000 രൂപ 100, അതായത് നമ്മളൊരു 10,000 രൂപയുടെ പ്ലാന്റാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1,500 രൂപ നമുക്ക് അതിന്റെ റെന്റായിട്ട് വരുന്നുള്ളൂ. ഓക്കെ. അത്രയും ചെറിയ റെന്റാണ് വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ റെന്റിന് ഒരു പ്ലാന്റ് എടുത്തു. അപ്പോൾ നമ്മളിപ്പോ ക്ലയന്റ് എടുത്തിട്ട് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ? അത് നമ്മൾ റെന്റ് പീരീഡിനകത്ത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്ത് വേറെ പുതിയ പ്ലാന്റ്സ് വെച്ചു കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിന്റെ കെയറിനെ പറ്റി ഓർത്ത് അവർക്ക് വലിയ ടെൻഷൻ വേണ്ട. അത് തന്നെയല്ല, നമ്മൾ അത് പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതായത് നമ്മൾ ആളിനെ വിട്ട് നമ്മളതെല്ലാം ചെയ്ത് കെയറിങ്ങും മെയിൻ്റനൻസും നമ്മളത് ഏറ്റെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കഫേക്ക് കൊടുക്കുന്നുണ്ട്, ഓഫീസുകൾക്ക് കൊടുക്കുന്നുണ്ട്, ബാങ്കുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാർഡന്റെ മെയിൻ്റനൻസ് അല്ലേ? അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? എങ്ങനെയാണ് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൈറ്റിൽ പോയിട്ട് ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പ്ലാന്റ്സ് കട്ടിങ് കാര്യങ്ങൾ അതെല്ലാം ചെയ്തു കൊടുക്കും. എല്ലാ കാര്യങ്ങളും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ടോ? ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒത്തിരി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ക്ലയൻസുകളൊക്കെ ഉണ്ട് മാഡത്തിനുണ്ട്. പിന്നെ പേര് പറയുന്നില്ല അല്ലേ? എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പേര് പറഞ്ഞോ മാഡം? വേണ്ടല്ലോ, നമ്മൾ കൂടുതൽ നമ്മൾ റിവീൽ ചെയ്യണ്ട. ഇത് മണി ട്രീ എന്ന് പറയുന്ന ഒരു മണി ട്രീ, അതായത് പച്ചറ. നല്ല ഭംഗിയല്ലേ ഇത്? അതൊക്കെ ഷെയ്ഡി പ്ലേസിൽ ഔട്ട് സൈഡ് ഒക്കെ വെക്കാൻ പറ്റും. ഇതൊരു ഏകദേശം ഒരു 3 പ്ലാന്റ് സെറ്റ് ചെയ്ത് അതിന് ഇത് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളായിട്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ സെക്ഷൻ, ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ അത് മണി പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ ക്രീപ്പർ ഫിഗ് ഉണ്ട്. അത് മണി പ്ലാന്റ്സിന്റെ തന്നെ 4 വെറൈറ്റീസ് ഉണ്ട്. അതായത് സാറ്റിൻ പോത്തോസ്, പിന്നെ നോർമൽ നിയോൺ പോത്തോസ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നല്ലൊരു കളക്ഷൻ ഉണ്ട്, നല്ലൊരു ഹോയ, അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക്. ഇത് വന്നിട്ട് മോൺസ്റ്റർ എന്ന് പറയുന്നത്. മോൺസ്റ്ററുടെ ഇൻഡോർ പ്ലാന്റിന് ഒത്തിരി ആവശ്യക്കാരുള്ള മോഡലാണ്.
അതിന് തന്നെ ഒരുപാടുണ്ടല്ലേ? ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ഏത് വെറൈറ്റിയാ? ഇത് റെഡ് കോങ്കോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഫിലാഡെൻഡ്രോണിന്റെ റെഡ് കോങ്കോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത്. ഇതിപ്പോ ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ഇൻഡോർ മാത്രമാണോ അതോ? ഇൻഡോർ ഷെയ്ഡി പ്ലേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ്. ഇത് മാൽപീജിയ എന്ന് പറയും. മാൽപീജിയ കോൺ. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. ക്രിസ്മസ് ട്രീ ആയിട്ട് ഇതിന് ബോൾ ഷേപ്പിൽ വേണമെങ്കിലും വെക്കാം. അതായത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോ ക്രിസ്മസിന് സെറ്റ് ചെയ്തിരുന്നതാണ് അല്ലേ? ലൈറ്റ് ഒക്കെ ചെയ്ത്. ഓക്കേ മേഡം, ഇതോ? ഇത് കാക്ടസ്. ഓക്കേ. ഇനി ബോൺസായി ആവശ്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഷോപ്പിൽ വരാം. മേഡം, ഇത് ആല് കണ്ടില്ലേ? അത്യാവശ്യം പഴക്കമുള്ള ഒരു ആൽമരമാണ് കാണുന്നത്. ബോൺസായി ഒത്തിരി മോഡലില്ലേ ഇവിടെ? ഒത്തിരി മോഡലുണ്ട്, ഒത്തിരി ഷേപ്പ് അല്ലേ? ഈ ആൽമരത്തിന് തന്നെ ഒത്തിരി വേറെ ഷേപ്പുകളുണ്ടല്ലേ? ഷേപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എവിടെയും കാണാൻ പറ്റാത്ത ആൽമരത്തിന്റെ. ഓക്കെ. തീരെ ചെറിയ മോഡലുണ്ടല്ലേ? തീരെ ചെറിയ മോഡലുണ്ട്. ഫൈക്കസിന്റെ ഉണ്ട്. ഇതെല്ലാം ഔട്ട്സൈഡ് പ്ലാന്റുകളാണ്. ഇതെല്ലാം ഫൈക്കസിന്റെ. ഇതല്ലേ? ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണിത്. ടെർമിനാലിയ അല്ലേ? ടെർമിനാലിയ. ഇതിന്റെ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ. പിന്നെ അത്യാവശ്യം വലിയ പ്ലാന്റ്സും നല്ല കളക്ഷൻ ഉണ്ടല്ലേ? നമ്മൾ ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. ഡെലിവറി ചെയ്ത് കൊടുക്കും. മേഡം, ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റിനകത്തിൽ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കും. ഇത് പ്ലാസ്റ്റിക് ആണ്? പ്ലാസ്റ്റിക് ആണ് ഇത്. ഒരു വുഡൻ ഫിനിഷ് ഉള്ള പ്ലാസ്റ്റിക് ആണ്. നമുക്ക് ഹാങ് ചെയ്തിടാം. വുഡ് പോലെ തോന്നും. ഇതിങ്ങനെ ഹാങ് ചെയ്തിടാം. നല്ല ഭംഗിയാ. അതെ. ഓക്കെ. ഇതുള്ള ബാസ്ക്കറ്റിന് സെയിലും ഉണ്ട് ഇവിടെ, പ്ലാസ്റ്റിക്കിന്റെ അല്ലേ? കാറ്റഗറി ഒരുപാട് വരുന്നുണ്ടല്ലേ ഇപ്പോൾ പറഞ്ഞു അല്ലേ? പോട്ടായി, പ്ലാന്റ്സ് ആയി, പ്ലാസ്റ്റിക്കിലുള്ള ഹാങ്ങിങ് ഇതായി, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. അല്ലേ? റെന്റ് അത് ഇത് എല്ലാം. മേഡം, ഇത് വെള്ളത്തിലാണ്? വെള്ളത്തില് ഹൈഡ്രോപോണിക് ആണ്. വെള്ളം ഒരു 4-5 ദിവസം കൂടുന്നുണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേ? വേറെ ഒന്നും മണ്ണൊന്നും വേണ്ട. ഇൻഡോർ പ്ലാന്റ് ആണ്. ശരിക്കും പ്ലാസ്റ്റിക് പോലെ അല്ലേ? കണ്ടോ? വെള്ളം മാത്രം അല്ലേ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇത്രയും ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരും. ഇത് വേറൊരു അഗ്ലോണിമ. ഇത് മിക്കാഡോൺ. ക്ലേ ബോൾസ് ആയിട്ടേക്കുന്നത്. ക്ലേ ബോൾസ് ഇട്ട് മണ്ണിനകത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് ഡ്രസീനിയാണ് ഒരു വെറൈറ്റി. ഡ്രസീനി അല്ലേ? ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇതിന്റെ കൂടെ ഇരുന്നപ്പോഴേക്കും ഒറിജിനൽ പോലെ ഇരിക്കുന്നുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇത് ഇതിന്റെ ഒറിജിനൽ ഉണ്ടല്ലോ ഇതുപോലെ. മേഡം, ഇത് കാറിലൊക്കെ വെക്കാൻ പറ്റിയ അല്ലേ? എവിടെ വേണേലും വെക്കാം. വീടിനകത്ത് വേണേലും നമുക്ക് കാറിലും വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ അല്ലേ? മിനിയേച്ചർ ടൈപ്പ് ഐറ്റംസ് ആണിത്. ഇതിലിപ്പോ ഈ വള്ളത്തിൽ ശരിക്കും 4 പേർ ഉള്ളതാണോ? അല്ല, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ. ആൾക്കാർ കൂടിയാലും കുഴപ്പമില്ല. ഒരു വള്ളത്തിൽ 4 പേര്, അതാണ് അതിന്റെ കണക്ക്. വെള്ളത്തിൽ ഒരാളിനെയും വെക്കാം. അതെ, 4 പേരെ വെക്കാം. അത് വള്ളത്തിന്റെ കപ്പാസിറ്റി പോലെ. ആൾക്കാർ നമുക്ക് ഇനി ഒരുപാട് പേരുണ്ട്, പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് ഒരുപാട് പേരുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് 4 പേര് മാത്രമാണ് കാണിച്ചു തരുന്നത്. വേറെ ആൾക്കാരുണ്ട്. വേറെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അത് കാണിച്ചു തരാം. അതിന്റെ കളക്ഷൻ കാണിച്ചു തരാം. മാം, ഇത് ഏഞ്ചൽസ് അല്ലേ? 4 പേരേ ഉള്ളത്. അതിന്റെ തന്നെ ഏഞ്ചലിൽ തന്നെ ചെറിയ കളക്ഷൻസ് ഉണ്ട് അല്ലേ മാഡം? ഇതെല്ലാം മിനിയേച്ചർ കളക്ഷനിൽ വരുന്നതാണ്. ഒത്തിരി ഇതുണ്ടല്ലേ, വെറൈറ്റി ഉണ്ട്. ഇതിനുള്ളിൽ നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് ഇവിടെ ഓയിലും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റൂം ഫ്രഷ്നറായിട്ടും ഡിഫ്യൂസറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലേ? ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഇങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ കൂടി ആ ഒരു സ്മെല്ല് വരും. ഓക്കെ. കാണാൻ ഭംഗിയുണ്ട് അല്ലേ? നമുക്ക് റൂം ഫ്രഷ്നറായിട്ട് പൂജാ മുറിയിലൊക്കെ വെക്കാനായിട്ടൊക്കെ ഇത് നല്ലതാണല്ലേ? ശരിക്കും മൂവിങ് ഐറ്റമായിട്ട്.
ഇതും പോട്ടിന്റെ കൂടെ ഇരിക്കുകയാണല്ലേ, അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്ന് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻഡെക്കോർ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിന്റെ വിശേഷങ്ങൾ. മാം, ഈ വീഡിയോ കാണുന്നവരോട് എന്തെങ്കിലും ഇനി അഡീഷണൽ ആയിട്ട് പറയാനുണ്ടോ? ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഇവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അത് ഉറപ്പാണ്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വന്ന് നോക്കുക, കാണ്, ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് നമ്മള്. അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. വിസിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഒരു തവണയെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണിത്. കാരണം അത്രത്തോളം അവർ കളക്ഷൻസ് മാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നവർ മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പോട്ട്സ് ഇവിടെ ഉള്ളത്, പോട്ട്സ്, പ്ലാന്റ്സ്, അതായത് പോട്ട്സിന്റെ തന്നെ എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. സെറാമിക് ഉണ്ട്, ഗ്ലാസ് പോട്ട്സ് ഉണ്ട്, മെലാമിൻ പോട്ട്സ് ഉണ്ട്, പോളിമർ പോട്ട്സ് ഉണ്ട്, വുഡൻ ഐറ്റംസ് ഉണ്ട്, പ്ലാസ്റ്റിക്, എല്ലാ മെറ്റീരിയലുള്ള പോട്ട്സുകളും ഇൻഡോർ പ്ലാന്റ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇൻഡോറിന്റെ ഔട്ട്ഡോറിന്റെ നമുക്ക് കളക്ഷൻസ് അത്യാവശ്യം നല്ല പ്രീമിയം കളക്ഷൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വരുന്ന ഏത് ടൈം കസ്റ്റമർ ആണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവരുടെ ആവശ്യം എന്താണോ അതറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, കൂടാതെ ഡെലിവറി സൗകര്യമുണ്ട്. അതുകൊണ്ട് ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വരാൻ പറ്റുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോട്ട്സും പ്ലാന്റ്സും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും.